നിങ്ങൾ ഒരേ കാര്യം തന്നെയല്ലേ തിരിച്ചും മറിച്ചും ഇപ്പം ഈ ഓഡിയോ വന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് ഇപ്പോൾ വന്നത്? അത് ആർക്കും മനസ്സിലാകാത്ത ഇതാർക്കും ഗൂഗിളെ ഇതാർക്കും അല്ല ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ പറയുന്നത്? ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ പറയുന്നത്? ഞാൻ നിങ്ങൾക്കെതിരെ സഹോദര ഞാൻ നിങ്ങൾക്കെതിരായി അല്ല, ആ വ്യക്തത ഞാൻ വരുത്തുമെന്ന് പറഞ്ഞല്ലോ. ആ വ്യക്തത വരുത്തേണ്ടുന്ന സമയത്ത് ഞാൻ വരുത്തും. നിങ്ങൾ എന്നോട് ചോദിക്കാതെ സാധാരണഗതിയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ആരെ പറ്റിയെങ്കിലും ഇപ്പോൾ ഗൂഗിളിൻ്റെ ഇതെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും എൻ്റെ കയ്യിൽ കിട്ടി, അത് ഗൂഗിളിൻ്റെതാകാം ആകാതിരിക്കാം, കിട്ടിക്കഴിഞ്ഞാൽ ആ ഗൂഗിളിൻ്റെ സേ കൂടി എടുക്കണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള മാധ്യമ പ്രവർത്തനം. ആ സേ എടുക്കാതെയല്ലേ നിങ്ങൾ ആധികാരികമായി എൻ്റേതാണെന്ന് പറഞ്ഞ് കൊടുക്കുന്നു. പിന്നെ എന്നോടെന്താണ് ഇത് ചോദിക്കുന്നത്? ഇനി എൻ്റെ നിരപരാധിത്വം ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിയിലാണ്, മാധ്യമ കോടതിയിലല്ല. നീതിന്യായ കോടതിയിൽ എൻ്റെ നിരപരാധിത്വം വളരെ കൃത്യമായി ഞാൻ ബോധ്യപ്പെടുത്തും. ബോധ്യപ്പെടുത്തിയതിന് ശേഷം എനിക്ക് ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരുപാട് മാധ്യമങ്ങളുണ്ടല്ലോ, ഒരുപാട് സോഴ്സ്, മാധ്യമങ്ങൾ പറഞ്ഞാൽ മാധ്യമ സ്ഥാപനമല്ല ഉദ്ദേശിച്ചത്, ഒരുപാട് മീഡിയ സോഴ്സസ് ഉണ്ടല്ലോ. ഞാൻ ജനങ്ങളോട് കൃത്യമായി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതൊരു അന്വേഷണം നടക്കല്ലേ ഗൂഗിളിൽ? അന്വേഷണം നടക്കല്ലേ? ഞാൻ അന്വേഷണത്തെ ഏതെങ്കിലും തരത്തിൽ പ്രതിരോധിച്ചോ? എനിക്കെതിരായിട്ടൊരു അന്വേഷണം, ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അന്വേഷണം നടക്കുന്നു. ആ അന്വേഷണം മുന്നോട്ട് പോകട്ടെന്നേ. ആ അന്വേഷണം മുന്നോട്ട് പോയതിന് ശേഷം എൻ്റെ നിരപരാധിത്വം ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിനെതിരായിട്ട് ഇന്നത്തെ തെളിയിക്കാൻ ഈ 3 മാസമായിട്ടും ഒരു ശ്രമം പോലും നടത്തിയിട്ടില്ല. എപ്പം വേണം എന്നൊക്കെ ഞാനല്ലേ തീരുമാനിക്കുന്നത്? 3 മാസമായിട്ട് ഒരു ശ്രമം പോലും നടത്താതെ എപ്പം വേണം? ഇപ്പോൾ പ്രത്യേകിച്ചും ഒരു തെരഞ്ഞെടുപ്പ് സമയമാണ്. ആ സമയത്ത് പാർട്ടിക്ക് കൂടി വലിയ രീതിയിൽ ഇത്തരത്തിൽ തുടർച്ചയായി എപ്പം വേണമെന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് എപ്പം വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അല്ല, നിങ്ങൾ ചോദ്യം ചോദിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ. എപ്പം വ്യക്തത വരുത്തണം? ഒരു അന്വേഷണം നടക്കുകയാണ്, ആ അന്വേഷണത്തിൽ എപ്പോൾ വ്യക്തത വരുത്തണം എന്ന് ഞാൻ തീരുമാനിച്ചോളാം. പാലക്കാട് വന്നപ്പോൾ ഒരു വിശദീകരണം ജനങ്ങളോട് തരുമല്ലോ, ഞാൻ വിശദീകരണം കൊടുക്കും. അത് റിപ്പോർട്ടർ ആവശ്യപ്പെടുമ്പോഴല്ലോ ഞാൻ വിശദീകരണം കൊടുക്കുന്നത്. എനിക്ക് തോന്നുമ്പോൾ നിങ്ങളിത് ഒന്നാമത്തെ ദിവസം തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണെന്ന്. നിങ്ങൾ പഴയ വാർത്തയൊക്കെ മറന്നു പോയത്. ജനം പഴയ വാർത്ത മറന്നുപോയതാ. ജനം ഒന്നാമത്തെ ദിവസം തൊട്ട് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ദിവസവും നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഇനി പുതിയതായിട്ട് ഞാൻ കോടതിയിൽ പറഞ്ഞോളാന്ന് പറഞ്ഞല്ലോ. പിന്നെ അങ്ങേക്ക് പ്രശ്നം, അങ്ങേക്ക് കോടതി വിശ്വാസമില്ലേ? മാധ്യമങ്ങൾ തെറ്റായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അതിനൊരു സാഹചര്യം ഉണ്ടല്ലോ, ഇല്ലെന്ന് പറഞ്ഞു. അതിന് സാഹചര്യം ഉണ്ടല്ലോ. രാഹുൽ, അങ്ങനെയാണെങ്കിൽ പുതിയ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരിക, നീതി തേടി മുഖ്യമന്ത്രിയെ കാണാൻ യുവതി തയ്യാറെടുക്കുന്നു എന്ന രീതിയിൽ വിവരങ്ങൾ ഇപ്പോൾ സ്വാഭാവിക തെളിവുകൾ വെച്ച് മുഖ്യമന്ത്രിക്ക് ഉടൻ തന്നെ ഒരു പരാതി കൈമാറും എന്നാണ് ഇപ്പോൾ യുവതി അറിയിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഈ രാജ്യത്ത് നടക്കുന്ന ഏതൊരു അന്വേഷണത്തോടും വളരെ പോസിറ്റീവായി തന്നെ ഞാൻ സഹകരിക്കും. ആ അന്വേഷണം മുന്നോട്ട് പോകട്ടെ. ആ അന്വേഷണം മുന്നോട്ട് പോയതിന് ശേഷം എനിക്ക് പ്രൂവ് ചെയ്യാനുള്ള എൻ്റെ നിരപരാധിത്വം ഉണ്ടല്ലോ, എൻ്റെ നിരപരാധിത്വം. ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിന് വിരുദ്ധമായി ഞാനൊരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല എന്ന് ഉത്തമമായ വിശ്വാസമുള്ളൊരു പൗരൻ എന്ന നിലയിൽ ഞാൻ ആവർത്തിക്കുന്നു, ഞാൻ നിയമപരമായി പോരാട്ടം നടത്തും ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അതെപ്പോൾ നടത്തണം, എങ്ങനെ നടത്തണമെന്ന് ഞാൻ തീരുമാനിച്ചു. യുവതിക്കെതിരെ കൂടി നിയമ നടപടി ഉണ്ടാവും രാഹുൽ, അതിനെതിരെ കൂടി ഒരു മറുപടി കണ്ടുപോകും ഉണ്ടാവോ?